ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിത്ത് തുമ്പുകോട്. അപ്പോൾ നമ്മുടെ നുറുങ്ങ് വീഡിയോ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടുന്നുണ്ട്, നല്ല നല്ല കമൻസ് വരുന്നുണ്ട്, അതിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓഡിയോ വൈസ് ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങളത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് ഞങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ച് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രോത്സാഹനം തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് ഷെയർ ചെയ്തുകൊണ്ടുകൂടെ ഞങ്ങളുമായിട്ടൊന്ന് സഹകരിക്കണം. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. കേറിയ ഇന്നത്തെ മതിയാക്കിയപ്പോ മതിയാക്കപ്പോ കൊത്തിയാലും പറിച്ചാലും കിട്ടുന്നില്ല. എന്താ ഉറപ്പാപ്പ പണി? കൊത്തിയാലും പറിച്ചാലും കിട്ടണ്ടേ? പണിയെടുത്തല്ല ആരാ? ഇവിടുത്തെ വിഷമല്ലേ? നിങ്ങൾക്ക് എന്താ അധ്വാനം ഉണ്ടായത്? അതുകൊണ്ടാണ് കോട്ടലൂർ കിട്ടിയില്ലേ? ചെറിയ കാര്യ. ശരിയാ. എന്നാണ് പുലിയൊക്കെ എങ്ങനെയാണ്? കൂലി എന്താ പറയണ്ടിപ്പോ? ഹോട്ടലിൽ പോയാല് 1300 കിട്ടും. അത് ശരി. ഈ ഒരു പറമ്പിൽ പിന്നെ ഈ ചായന്റെ കടി രണ്ടുണക്ക അപ്പവും കുഴിക്കൊന്നും തന്നാലും ശരിയാവില്ല. 5-6 കടി ഇതെല്ലാം വേണം. അത് ശരി. പിന്നെ ഉച്ചക്ക് ഊണിന് പൊരിച്ച മീൻ നിർബന്ധം. ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മെനുവെല്ലാം ചേർക്കുന്നത് കേട്ടാ. ഇത് നാട്ടുകാരുടെ ഞാനിപ്പോ ഇങ്ങനല്ലാതെ ഭക്ഷണം എല്ലാം ആൾക്കാരുടെ ഭക്ഷണമല്ലോ. പൊരിച്ചത് 5-6 കടി നമ്മൾ ആദ്യമായിട്ടാണ്. അത് നിങ്ങൾ അന്വേഷിച്ചോ? അല്ലപ്പോ നമ്മളിപ്പോ അങ്ങനെ നമ്മളിപ്പോ നാട്ടുകാരല്ലേ, ഇപ്പൊ കാമിലല്ലേ. ഇപ്പൊ പുറത്തു പോയാല് 1300 കൂലി കിട്ടും. അത് ശരി. നിങ്ങളോട് എങ്ങനെ പറയാ? നാട്ടുകാരനല്ലേ, അത് നോക്കി അന്വേഷിച്ചത് എന്താ വെച്ചാല് തന്നാ മതി. നാട്ടുകാർക്ക് ഇങ്ങനെയല്ല. അത് ശരി. പിന്നെ എണ്ണീറ്റൊക്കെ എടുക്ക്. പിന്നെ അങ്ങനെയുണ്ട് പണിയല്ലോ ഇപ്പൊ? പണിയും നന്ന കുറവന്നെ. അത് ശരി. നിങ്ങളിതെന്ത് വർത്താനായി പറയുന്നത്? നമ്മളെ മലയാളികൾ പണിയെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിക്ക് അത്രയും കുറവുണ്ടാകും. ഈയിടെ ബംഗാളികൾ വന്നിട്ട് എപ്പോഴും നമ്മൾ കാലകാലം പറയുന്ന ബംഗാളികൾ പണി കൊണ്ടുപോയി, ബംഗാളികൾ പണി കൊണ്ടുപോയി. ബംഗാളികളെ പോലെ അങ്ങനെ പണിയെടുക്കാൻ കഴിയപ്പോ എന്താ എൻ്റെ സുഹൃത്തെ ഇങ്ങനെ പറയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഈ ബംഗാളികൾ ഒറ്റക്കൊറ്റക്ക് വന്ന് പണിയെടുത്തിട്ട് ഇപ്പം അവർ കുടുംബസമേതാണ് ഇവിടെ വന്നിട്ട് പണിയെടുക്കുന്നത്. അവരുടെ ഭാര്യമാരെല്ലാം വളരെ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നു. അതേപോലെ കുട്ടികൾ ഇവിടുത്തെ പള്ളിക്കൂടങ്ങളിൽ സ്കൂളുകളിൽ അവരുടെ കുട്ടികൾ പഠിക്കുന്നു. അവരുടെ ഭാഷയിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ബോർഡ് മുഴുവൻ ഇലക്ഷൻ പോലും ബോർഡ് ഹിന്ദിയിലും മറ്റുള്ള ഭാഷയിലൊക്കെയാണ് എഴുതി വെക്കുന്നത്. അവർക്കൊന്നും നോക്കാനില്ല. അല്ല, അവരെന്ന് പറഞ്ഞാൽ എന്ത് പണിയെടുക്കാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെടുക്കാൻ തയ്യാറാണ്. നമ്മുടെ ഭാഷ പോലും അവർ പഠിക്കുന്നു എന്നുള്ളതാണ്. അവരാരോഗ്യം പോലും നോക്കില്ല. നമ്മളെ ആരോഗ്യം നമ്മൾ ആരോഗ്യം അധ്വാനിക്കുന്നവരെവിടെയാ അപ്പൊ ആരോഗ്യം ഇല്ലാണ്ട് അതന്നെ. നാളെ അധ്വാനിക്കാനില്ല, ആരോഗ്യം വേണ്ടല്ല. അതൊക്കെ അതുകൊണ്ടല്ലേ ഈ ഫുഡിന്റെ കാര്യം. എന്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. പിന്നെ ഈ അനാവശ്യമായ കുറേ ഡിമാൻഡുകളുണ്ടല്ല. ഇത് 5-6 കടിയൊക്കെ വേണം തുടങ്ങിയിട്ട് പൊരിച്ചത് വേണം, കരിച്ചത് വേണം, അങ്ങനെയൊക്കെ മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. തരാൻ പറ്റുന്നവർ തരട്ടെ, അതൊന്നും ഒരു തെറ്റല്ല, ഭക്ഷണത്തിന് കാര്യമില്ല. പക്ഷെ ആ ഒരു ആത്മാർത്ഥത നമ്മൾ എല്ലാ തരത്തിലും കാണിച്ചിട്ട് നമ്മൾ ഒന്ന് തയ്യാറാവുക. പണിയില്ല എന്നുള്ള ഇത് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു നീട്ടിക്കൊത്തും കുറുക്കിക്കൊത്തും എല്ലാം ഉണ്ടല്ലോ, അപ്പുറം കൊത്തി ഇപ്പുറം ഗ്യാപ്പ്, ഇതൊന്നും ഞാൻ പറയണ്ടല്ല. അതുകൊണ്ട് നമുക്ക് ദയവ് ചെയ്ത് ഒരു മോശം റിമാർക്ക് നമുക്ക് ഉണ്ടാവരുത്. അധ്വാനിക്കാൻ തയ്യാറാവുക. അത് നമ്മൾ ആ ഒരു സന്ദേശം എല്ലാവരിലും എത്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പണിയും ഉണ്ടാവും. പണി ഇല്ലാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പല ആൾക്കാരും എനിക്ക് തോന്നുന്നു ഈ കൂലിയും പിന്നെ ഈ കള്ളപ്പണിയും അങ്ങനെ നിങ്ങളങ്ങനെ ചെയ്തോന്നല്ല പറയുന്നത് കേട്ടാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് പണി പറഞ്ഞു തരേണ്ട ആവശ്യം. അതെ, അത് ശരിയാണ്. അപ്പൊ പണി ഏൽപ്പിച്ചാല് നിങ്ങൾക്ക് വേറെ പണിക്കും പോവാം. അതെ അതെ. അവർ ബംഗാളികളെ വിളിച്ചാൽ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട്. എന്നാലും പണി നടന്നു കിട്ടുമല്ലോ, നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും. ആയിക്കോട്ടെ. അപ്പോൾ ദയവ് ചെയ്ത് വീണ്ടും ഓർമ്മപ്പെടുത്താണ്, പണിയില്ലെന്ന് മാത്രം പറയരുത്. കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. ആയിക്കോട്ടെ. ഓക്കെ, ശരി. എന്നാൽ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ.